വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യം മറ്റൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പൊ CJP പ്രൊട്ടസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പല സംസ്ഥാനങ്ങളിലായി ജൻ ആൽഫ, ജൻ സി, ജൻ ഔഷധി എന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകളൊക്കെ ഇപ്പോൾ തെരുവിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി RSS കേന്ദ്ര സർക്കാരിന് കുറച്ച് നാൾ മുമ്പ് വരെ ഈ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു താക്കീത് കൊടുത്തൊരു സംഭവം, അതായത് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ. ഈ തൊഴിലില്ലായ്മയിൽ തൊഴിൽ തേടി യുവാക്കൾ സമരത്തിനിറങ്ങിയാൽ സർക്കാരിന് വലിയ സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഫിച്ചിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ പരമാധികാര ക്രെഡിറ്റ് റേറ്റിംഗ് തുടർച്ചയായ 20ാം വർഷവും BBB ഫിച്ച് റേറ്റിംഗ്സ് നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട യുവാക്കൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക ചെലവഴിക്കലുകളിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടെന്നും ഏജൻസി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കിതിൽ പ്രധാനമായിട്ടും ചോദിക്കാനുള്ള കാര്യം ഈ തൊഴിലില്ലായ്മ, തൊഴിൽ ലഭ്യത, ഈ കാരണങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് വലിയ വിഷയങ്ങളായിട്ട് പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. പുറത്തുള്ള ഏജൻസികൾ, അതായത് ഈ വിദേശ ഏജൻസികൾ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ വല്ലാതെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് സംവരണത്തെക്കുറിച്ച് ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഈ സംവരണം നമ്മൾ എങ്ങനെ അവസാനിപ്പിക്കും, ഈ സംവരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പ്രധാനമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ നിലപാട് എനിക്ക് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ആ വീഡിയോ കിടന്ന് ഓടുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് സംവരണം ഒരു മേഖലയിൽ കൊടുക്കേണ്ടി വരുന്നത്, അതായത് സംവരണം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് അപ്പോൾ മാധ്യമപ്രവർത്തകൻ പറഞ്ഞത്, എല്ലാവർക്കും തുല്യമായിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടണ്ടേ, അപ്പൊ അതിനാണ് സംവരണം കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അപ്പോഴത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന മോദി പറഞ്ഞത്, സംവരണം കൊടുക്കേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ അവസരങ്ങൾ അബണ്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സംവരണം കൊടുക്കേണ്ടി വരുമോ, സംവരണം ചോദിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അതായത് നമ്മുടെ നാട്ടിൽ തൊഴിൽ അബണ്ടന്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു തൊഴിലില്ലാത്ത ആൾക്കാർക്ക് വേറൊരു തൊഴിലിലേക്ക് കയറാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംവരണം കൂടി, അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് നരേന്ദ്രമോദി. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നാട്ടുകാർ മുഴുവൻ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് തൊഴിലില്ല. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് പ്രതിപക്ഷം, അവരാണല്ലോ ഈ ജനങ്ങളുടെ നാക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സംഭവം കാണിക്കുന്നത്. അവർ ചോദിക്കുന്ന ഈ സാധനമാണ് ചോദിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയെ കേന്ദ്ര സർക്കാർ എങ്ങനെ അഡ്രസ് ചെയ്യും? തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ? വളരെ മികച്ചൊരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തൊഴിലില്ലായ്മ. നമ്മുടെ കേരളത്തിലാണെങ്കിൽ DYFI, AIYF തുടങ്ങിയ സംഘടനകൾ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് വളരെ കാലം സമരങ്ങൾ ചെയ്തത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് അവർ സമരങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. അത് അവർ ഭരണത്തിൽ കയറിയോണ്ടതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്കാണ് ഞാൻ വരുന്നത്. രണ്ടാമത്തെ കാര്യം, സംവരണത്തെക്കുറിച്ച് ധനുഷ് പറഞ്ഞതുകൊണ്ട് ആ ഒരു പോയിന്റ് ടച്ച് ചെയ്യാതെ പോകാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംവരണ വിരുദ്ധ സമരം എന്നല്ല അതിന് പറയുന്നത്, അർഹതപ്പെട്ടവർക്ക് മാത്രം സംവരണം നൽകൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവിധ സംസ്ഥാനങ്ങളിൽ റാലികളും മറ്റും നടത്തുന്നുണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. ആ സബ്ജക്ട് ഈ പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത്തരം സമരങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധേയമായതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ ഈ രാജ്യം കത്തി അമരുന്നത് കണ്ടവരാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആരും അതിനെ എതിർക്കാത്തത്? അതൊരു ചോദ്യമല്ല. എന്തുകൊണ്ട് എതിർക്കുന്നില്ല? സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം ഈ പിന്നോക്ക വിഭാഗങ്ങളെയും മറ്റു വിഭാഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ അതിന് എതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്തേണ്ടതാണ്. അവരാരും നടത്തുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകരും ഉൾപ്പെടെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും തൊഴിലില്ലായ്മ ഒരു വിഷയം തന്നെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോഴും നമ്മുടെ രാജ്യത്ത് 140 കോടി ജനമുണ്ട്. ഈ രാജ്യം എങ്ങനെ ചലിക്കുന്നു എന്ന് ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ കടകളിൽ ആൾക്കാർ വന്ന് സാധനം വാങ്ങുന്നുണ്ട്, എല്ലായിടത്തും വരുന്നുണ്ട്. ബിവറേജിൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ വലിയ ക്യൂവും കാണാൻ പറ്റും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അത് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരും സ്വന്തമായിട്ട് വീട്ടിൽ നോട്ടടിച്ചിറക്കാറില്ല ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായി. എവിടെങ്കിലും പണിയെടുക്കുന്നു. അതിന്റെ കുറെ കണക്കുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ കണക്കുകളിലേക്കാണ് പോകുന്നത്. കണക്കുകൾ എന്ന് പറഞ്ഞാൽ മൂർത്തമായ ഒന്നല്ല. കാരണം ഇതിനകത്ത് അമൂർത്തങ്ങളായ പലതുമുണ്ട്. അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ കണക്കെടുക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ലേബറിന്റെ കണക്കെടുക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. എങ്കിൽ പോലും കിട്ടിയ കണക്കുകളാണ് നമ്മൾ
നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള കണക്ക് പ്രകാരം വഴിയോര കച്ചവടക്കാർ, അതായത് ഈ വഴിവക്കിലൊക്കെ ഈ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്, പല പല സാധനങ്ങൾ വിൽക്കുന്നവർ, അവര് 1 കോടി ആളുകൾ ഈ രാജ്യത്ത് വഴിയോര കച്ചവടക്കാരായിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ പക്കലുള്ള കണക്കാണ്. ഇതിന്റെ ഇരട്ടിയായിരിക്കാം ഒരുപക്ഷെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ നാളെ ഒരുത്തൻ വഴിയോര കച്ചവടക്കാരനായിട്ട് ഉണ്ടെങ്കിലോ കഴിഞ്ഞ മാസം ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിലോ ഈ കണക്കിൽ പെടുന്നില്ല. ഇതൊരു കണക്കാണ്. രണ്ടാമത്തേത് മൈക്രോ ആൻഡ് സ്മാൾ ഈ മീഡിയം എന്റർപ്രൈസസ് നടത്തുന്നുണ്ട്, ചെറുകിട കച്ചവടക്കാരും മറ്റുമൊക്കെ. 8 കോടി കച്ചവടക്കാർ നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണക്കിൽ പെടുന്നവരുടെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. കണക്കിൽ പെടാത്തവർ വേറെ വരും. 8 കോടി പേരുണ്ട്. ഇനി സ്മാൾ റീറ്റെയിലർ ആൻഡ് സ്മാൾ ട്രേഡേഴ്സ് ഉണ്ട്, ചെറുകിട കച്ചവടക്കാരും മൊത്ത വ്യാപാരികളുമായിട്ടുള്ളവർ 3 കോടി പേരാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. ഇനി ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്, അതിന്റെ ഇരട്ടി കാണും എന്തായാലും. രജിസ്റ്റർ ചെയ്യാത്തൊരു ഒരുപാട് പേര് കാണും. ഇനി ആകെ തൊഴിൽ ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാം നമ്മുടെ രാജ്യത്ത്? 64.3 കോടി ആളുകൾ സർക്കാരിലും സർക്കാരിതര സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അൺഓർഗനൈസ്ഡ് സ്ഥാപനങ്ങളുണ്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം ടോട്ടൽ കണക്ക് എന്ന് പറഞ്ഞാൽ 64.3 കോടി പേരാണ്. ഇത് കണക്കാണ്. ഇതിന്റെ മുകളിലേക്ക് ഉയരാനേ സാധ്യതയുള്ളൂ, താഴേക്ക് പോകില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 8 1 9 64 69 73.3 കോടി പേരുടെ കണക്കാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലാണ്, അതിനകത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. സ്റ്റാർട്ടപ്പുകൾ 2025 മുതൽ 26 വരെ മാത്രം നമ്മുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ സർക്കാർ അംഗീകാരം കൊടുത്തിരിക്കുന്നത് 55,200. ഇനി ഇതുവരെ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവന്ന് തന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അതിനകത്ത് ടോട്ടൽ സ്റ്റാർട്ടപ്പുകൾ ഉള്ളവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2.35 ലക്ഷം സ്റ്റാർട്ടപ്പുകളും അതിനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. 2.35 ലക്ഷം യുവാക്കൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പുകൾ. ഈ സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്. 38,000 സ്റ്റാർട്ടപ്പുകളാണ് കഴിഞ്ഞ വർഷം മാത്രം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. UP 21,000, കർണാടക 22,000 സ്റ്റാർട്ടപ്പുകൾ. ഇനി മറ്റൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. മുദ്രാ ലോൺ. ഈ മുദ്രാ ലോൺ ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് മുദ്രാ ലോൺ. 2015 ഏപ്രിൽ 8-നാണ് മുദ്രാ ലോൺ നിലവിൽ വരുന്നത് നമ്മുടെ രാജ്യത്ത്. 2015 അത് തൊട്ട് 2026 വരെ 57.96 കോടി പേർക്ക് മുദ്രാ ലോൺ നൽകിയിട്ടുണ്ട്. ഈ കണക്കിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. 1-ലധികം തവണ മുദ്രാ ലോൺ എടുത്തവരുണ്ട്. ഇപ്പൊ ഞാനൊരു മുദ്രാ ലോൺ എടുത്തതിന് ശേഷം ഞാനത് ഭംഗിയായി അടച്ചു തീർത്തു. അതിനുശേഷം വീണ്ടും ഞാൻ മുദ്രാ ലോണിന് അപ്ലൈ ചെയ്തവരും ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ ടോട്ടൽ 57.96 കോടി ആളുകൾ. ഈ 57.96 കോടി എന്ന് പറയുമ്പോൾ നേരത്തെ അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും സർക്കാർ ജീവനക്കാരും അടക്കം വർക്ക് ചെയ്ത 63 ഉള്ള ആ കോടി ജനം ഇതിൽ വരില്ല. വഴിയോര കച്ചവടക്കാർ ഇതിൽ വരില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കച്ചവടക്കാരുടെ കണക്ക് കഴിഞ്ഞിട്ടാണ് 57.96. ഇതിനകത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ നടത്തുന്നവരുണ്ട്, സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവരുണ്ട്, അവരെല്ലാം ഉൾപ്പെടെയാണ്. നമ്മുടെ സർക്കാർ ഇതുവരെ 2015 തൊട്ട് 2026 വരെ ഈ മുദ്രാ ലോൺ വഴി മാത്രം കൊടുത്തത് 40.07 ലക്ഷം കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഈ മുദ്രാ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ബാങ്കുകളൊന്നും മുദ്രാ ലോൺ കൊടുക്കുന്നില്ലായിരുന്നു. പല ബാങ്കുകളും റിജക്ട് ചെയ്യും. അങ്ങനെ ഒരു ബാങ്കില്ല, ആര് പറഞ്ഞു, അത് മോദിയുടെ തള്ളാണെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ബാങ്കുകൾ ഓടി നടന്ന് മുദ്രാ ലോൺ കൊടുക്കാൻ ഓടി നടക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും മുദ്രാ ലോൺ വേണോ? ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞങ്ങളെല്ലാം റെഡിയാക്കി തരാം, വേണോന്ന് ഇന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, അവരുടെ കൂട്ടായ്മകൾക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ സബ്സിഡി ഉള്ള തുക കൊടുക്കുന്നുണ്ട്. അതായത് തൊഴിൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ തുറന്നു കിടക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുന്നത്. ഇന്ന് സംവരണത്തിനെ കുറിച്ച് ആ വിഭാഗത്തിൽ തന്നെ പെടുന്നവർ പറയുന്നുണ്ട്, ജോലിയും സാമ്പത്തികവും ആയവർക്ക് ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. അപ്പോ വലിയ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തൊഴിലില്ലെങ്കിൽ ജയിൽ തരൂ എന്ന് പറഞ്ഞ് AIYF-ഉം DYFI-യും ഒന്നും സമരം ചെയ്യാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഒരാൾ ചോദിക്കും, നിനക്കൊക്കെ പണിയെടുത്ത് തിന്നൂടെ, നിനക്കൊക്കെ പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കും. കാരണം പണികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ രാജ്യത്ത് പൈസ ഉണ്ടാക്കുന്നവരുടെ എണ്ണം 10 ലക്ഷമാണ്. 10 ലക്ഷം, അതായത് 18 ലക്ഷം
കോടി രൂപ നമുക്ക് ഇത്രയും നാൾക്കകം ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ മാത്രം, അതിനകത്ത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മാത്രമല്ല ഓൺലൈൻ ട്രേഡിങ്സിലൂടെ തന്നെ നേടിയവരുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. ഇന്ന് വലിയ രീതിയിൽ തന്നെ കൃഷി രംഗത്ത് ഫാമിങ്ങില് കൊച്ചു പിള്ളേർ ചെറുപ്പക്കാരെ എത്തുന്നത്. ഞാൻ ഈ പബ്ലിക് ഒപ്പീനിയൻസിൽ യുവാക്കളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ CJP സമരം നടന്നപ്പോഴായിരുന്നു, അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പരിപാടി, ഞാൻ ബിസിനസ് ആണെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു. ശരി, ബിസിനസ്സുകാർക്ക് എന്താണ് ഈ CJP സമരത്തിൽ? ഞാനൊരു വിദ്യാസമ്പന്നനാണ്, വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിയതാണ്. ശരി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ? ഞാൻ കൃഷിയാണ് ചെയ്യുന്നത്. അഭിമാനത്തോടാണ് പറയുന്നത്. ഇന്ന് കൃഷിയിലേക്ക് ഒരുപാട് ചെറുപ്പക്കാർ ഇറങ്ങുന്നു. കഴുത വളർത്തലിനെ കുറിച്ച് ധനുഷ് എന്നോട് സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കണ്ണൂര് ഒരു +2 കഴിഞ്ഞൊരു ചെറുക്ക്, ഒരു കൊച്ചു പയ്യൻ +2 കഴിഞ്ഞതാണ്. അവന് 10 കഴുതകളെ അവൻ വളർത്തുന്നുണ്ട്. അവൻ വളരെ ഹാപ്പിയാണ് അവന്റെ ലൈഫ്. അവരോട് ചോദിക്കുന്നുണ്ട്, രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കഴുത വളർത്താൻ. 1 ലക്ഷം 7,000 രൂപയാണ് കഴുതയുടെ പാലിന് വില. അല്ല, കഴുത വളർത്തുന്നതിന് ധനുഷ് 50 ലക്ഷം രൂപ, 15 അല്ല 50 lakhs, 50 ലക്ഷമാണ്. അതിന് സബ്സിഡി ഉണ്ട്. ആ പയ്യൻ കണ്ണൂരാണ്, വേറെ എങ്ങും പോകണ്ട, കേരളത്തിൽ തന്നെയാണ് കണ്ണൂർ. ആ പയ്യൻ ഞാൻ വീഡിയോ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ശരിയാ, 7,000 രൂപ പാലിനും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കഴുത വളർത്തിയ ലാഭം കിട്ടുമെന്ന് വെച്ചാൽ ആ പയ്യൻ അതും പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് നല്ല ഇനം കഴുതകളെ കിട്ടുന്ന സ്ഥലം പുള്ളി പറയുന്നുണ്ട്, അവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. അല്ലാതെ നമ്മളിപ്പോ ശരി ഒന്നും ഒരു രക്ഷയില്ല, എന്നാൽ കഴുത വളർത്താമെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. അങ്ങനെ എല്ലാ തരത്തിലും കൂടെ പണക്കാരാവാം എന്നുള്ള ഒരു ചിന്ത ആദ്യം ഇതിനകത്ത് മാറ്റിവെക്കണം. അതെ, വേണമെങ്കിൽ കഴുത കൃഷിക്കകത്തും വേണമെങ്കിൽ ഇപ്പൊ 50 ലക്ഷം രൂപ കിട്ടുന്നതല്ലേ, ഏതെങ്കിലും ചാവാൻ കിടക്കുന്ന 10 കഴുത മേടിച്ചിട്ട് എനിക്ക് വളർത്താം, ഫാമിങ്ങിൽ ഈ പൈസ അടിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്, അതിനല്ല ഞാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സർക്കാർ ജോലിയുടെ ഒരു കാര്യം, ഈ സർക്കാർ ജോലിയാണോ തൊഴിലവസരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അതാണ്. ഇപ്പോഴും PSC മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് യുവാക്കളും യുവതികളും PSC പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഇനി അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. കാരണം ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൈസേഷൻ വലിയ രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു, AI വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു KSEB ഒക്കെ എത്ര നാൾ മുമ്പോട്ട് പോകുമെന്ന് സംശയമാണ്. കാരണം ഈ ബില്ലിങ്ങിന്റെ സമ്പ്രദായം ഇപ്പൊ തന്നെ നിന്നുവല്ല, ആൾക്കാർ Google Pay വഴിയൊക്കെയാണ് ചെല്ലുന്നത്. ഇപ്പോൾ അതിന്റെ കണക്കുകളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഓരോ കസ്റ്റമേഴ്സിനും അറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അത് പ്രൈവറ്റൈസേഷന് പോവോ ഇല്ലെന്ന് നമുക്കറിയില്ല. അങ്ങനെ എല്ലായിടത്തേക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഈ എത്ര സർക്കാർ ജീവനക്കാർക്ക് നമുക്ക് മാക്സിമം ഇന്ത്യയിൽ ഉള്ള സർക്കാർ സ്ഥാപനങ്ങളും, അതായത് പൊതുമേഖല അടക്കം വർക്ക് ചെയ്യുന്ന 3 കോടി പേരാ സർക്കാർ ഇതര ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി അതിനകത്ത് എവിടെയാണ് അതിനകത്ത് ഈ കൂടുതൽ പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നറിയില്ല. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പുതിയ തലമുറ യുവാക്കളായിരിക്കും ഈ പണി അന്വേഷിച്ച് കാത്തിരിക്കാറില്ല. അവരൊക്കെ പഠിത്തം കഴിയുമ്പോൾ ഉടനെ തന്നെ കിട്ടുന്ന ഓപ്ഷനിൽ അവർ വിദേശങ്ങളിലേക്കോ ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകും. ബാംഗ്ലൂർ മാത്രം നമ്മളൊന്ന് ഇറങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ കമ്പനികളുടെ ബഹുഭൂരിപക്ഷത്തിലും നമ്മുടെ പിള്ളേരാ, മലയാളികളാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. മിടുക്കന്മാരായ പിള്ളേരാ. ഇവന്മാരാണ് എഞ്ചിനീയർമാരായിട്ട് അവിടെ ഇവിടെ. നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ട് സർക്കാർ ജോലി തരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ അവർ തൊഴിൽ തേടി പോയിട്ട് പല കമ്പനികൾ നടത്തുന്നുണ്ട്. എത്രയോ IT കമ്പനികൾ നടത്തുന്നുണ്ട്. നമ്മുടെ പിള്ളേർ കുട്ടികൾ, ഈ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, മഹാരാഷ്ട്ര അടക്കമുള്ളിടത്തെ കുട്ടികൾ. അപ്പോൾ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ തിരിച്ചു വരാറില്ല, അവരവിടെ സെറ്റിൽ ചെയ്യാണ്. പക്ഷെ മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്നവർ തിരിച്ചു വരും. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ പറയുന്നത് ഈ UK മറ്റും പോയിട്ട് 1 year കോഴ്സുകളുണ്ട്, ഈ ഡിപ്ലോമയും മറ്റുമൊക്കെ. ആ കോഴ്സ് പാസ്സായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യയിൽ തന്നെ അനവധി പ്രൈവറ്റ് കമ്പനികളുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടും ജോലി ഞങ്ങൾക്ക് ഉറപ്പായി കിട്ടുമെന്നുള്ളതുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നു. യാതൊരു ടെൻഷനുമില്ല. ഏതാണ്ട് അവിടെ കിട്ടുന്ന ശമ്പളത്തിന്റെ തുക തന്നെ അടുപ്പിച്ച് ഇവിടെയും കിട്ടുന്നുണ്ട്. കാരണം ഓരോ ജീവിത നിലവാരം അനുസരിച്ചാണല്ലോ ഓരോരുത്തർക്ക് ശമ്പളം തരുന്നത്. ഇന്ത്യക്കാരന് കിട്ടുന്ന ശമ്പളമായിരിക്കത്തില്ല ഒരുപക്ഷെ UK-കാരൻ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിന് വ്യത്യാസമുണ്ടാകും. അതും ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മളിത് പറയുമ്പോഴത്തേന് തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിനെ ഏറ്റുപിടിക്കാൻ ആളില്ല എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ്. പണ്ട് തൊഴിലില്ലാത്തവരുടെ കഥ പറയുമ്പോൾ അതിന് കണ്ണീർ വാർക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അയ്യോ, അവന് തൊഴിലും വേലയും കൂലിയും ഒന്നുമില്ല, ഒരു തൊഴിൽ തരുമെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് സങ്കടപ്പെടാനുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അവർക്ക് പിന്തുണ തരാനുണ്ട്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ പോലും തൊഴിലില്ലായ്മയുടെ കാര്യം പറയാത്തതിന് കാരണം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൊഴിലില്ലാത്ത ആളുകളുടെ ആ വികാരത്തെ മുതലെടുത്തുകൊണ്ട് അവരെ സമരരംഗത്തേക്ക് ഇറക്കുകയാണ്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനൊരു സാധ്യത കുറവാണ്. കാരണം ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ സമരം വിജയിക്കാൻ സാധ്യതയുള്ള കേരളത്തിൽ മാത്രമായിരിക്കും.
കാരണം ഇപ്പോഴും നേരം വെളുക്കാത്ത കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. കാരണം നേരം വെളുത്തവരൊക്കെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ. ഞാനിത് പറയുമ്പോൾ ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ഏതെങ്കിലും ഒരു പണിക്ക് ഇറങ്ങിയാലേ നമുക്ക് പറ്റൂ, അല്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഓപ്ഷൻസ് നോക്കിയേ പറ്റൂ. എല്ലാവർക്കും ഒരുപോലെ സർക്കാരിന് ജോലി തരാൻ കഴിയില്ല. ഇപ്പൊ വി ഡി സതീശൻ കയറി എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ ആയിട്ടൊരു 10,000-2,000 പേരെ ജോലിക്ക് എടുക്കാൻ കഴിയുമോ? ഇല്ല. ഇപ്പൊ തന്നെ ആ ലിസ്റ്റിലുള്ളവരെ തന്നെ അവർക്ക് പൂർണ്ണമായി എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റു ഓപ്ഷൻസുകൾ നോക്കി പോവുക. കാരണം ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാരെ കൊണ്ടല്ല ഈ രാജ്യം മുമ്പോട്ട് പോകുന്നത്. അതായത് 62.34 കോടി പേരാണ് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അവരുടെയും കൂടെ സാമ്പത്തികമാണ് ഈ രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ഇപ്പൊ പുതിയൊരു രീതി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡീപ് സ്റ്റേറ്റിന്റെ വലിയൊരു ആഹ്വാനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഡീപ് സ്റ്റേറ്റും മാധ്യമങ്ങളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനോരമയിൽ ഇതിനെ കുറിച്ചൊരു ലേഖനം വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇനി വലിയൊരു സമരം വരുന്നു, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ സമരം വരുന്നു എന്നാണ് മനോരമ വലിയ രീതിയിൽ പറയുന്നത്. ഈ മനോരമ അടക്കമുള്ള സ്ഥാപനങ്ങൾ എത്ര പേരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു? അവര് ഈ അവരുടെ എണ്ണം ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചാനലുകൾ പലതും ഡൽഹി ബ്യൂറോയുടെ സ്ട്രെങ്ത് കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇല്ലെങ്കിൽ ഇപ്പൊ സ്ഥാപനങ്ങൾ പലതും ഇപ്പൊ സ്ട്രെങ്ത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. അവരവർ തന്നെ ചിന്തിക്കുക. അപ്പോൾ എന്തുകൊണ്ട് പുതിയ പുതിയ മേഖലയിലേക്ക് പോവുക. പിന്നെ പടച്ചിറക്കിയ ഒരു കള്ളമാണ് AI വരുമ്പോൾ നമ്മുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. ഇല്ല, തൊഴിലവസരങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ കൂടുതലും AI അനുബന്ധമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളാണ് കൂടുതലും രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് ഈ കണക്കുകൾ നമ്മളെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മൾ ഇന്നിപ്പോ ഈ സബ്ജക്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇന്ത്യ തൊഴിലില്ലായ്മ കൂടുതലാണ് എന്ന്. കാരണം നമ്മുടെ രാജ്യത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടായത് എപ്പോഴാണെന്നും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കൃത്യമായി തന്നെ പറയാം, നരേന്ദ്രമോദി വന്ന 2014 തൊട്ട് ഈ സമയം വരെയുള്ള മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനു മുമ്പ് ഏതെങ്കിലും കണക്കോ കാര്യങ്ങളോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ, തപ്പിയെടുക്കാനുണ്ടെങ്കിൽ ഇതിന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇതൊരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. ആ കമന്റ് ഒന്ന് നിങ്ങൾ ഇതിനകത്ത് 2014 മുമ്പുള്ള കണക്ക് നിങ്ങൾ ഇതിനകത്ത് കമന്റ് ആയിട്ടൊന്ന് ഇടുക. ആധികാരികമായ കണക്കായിരിക്കണം. ഞാൻ ഈ പറഞ്ഞത് ഏറെക്കുറെ ആധികാരികമായ കണക്കാണ്. കാരണം അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെ എണ്ണം എടുക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. അത് ഇവിടെ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിലെ ഒരു സർക്കാരിനും കഴിയില്ല. അപ്പം അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് വാർത്ത ഇപ്പൊ നമ്മൾ ഇതൊരു അനാലിസിസിന് എടുത്തിരിക്കുന്നത്.